ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ഹനിയാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബസുമതി അരിയാണ്. അതൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം പോകാനായിട്ട് അരിപ്പയിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം വെക്കണം. നമ്മളതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അതിൽ തിള വരുമ്പോഴത്തേക്കും ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഇടുന്ന ചോറ് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഫ്രൈഡ് റൈസിനുള്ള ചോറ് നമ്മൾ തലേന്ന് തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. നമുക്ക് ഈ റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 2 മുട്ട വേണം. 2 മുട്ട നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് റെഡിയാക്കി എടുക്കണം. മുട്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മൾ ചോറ് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം തന്നെ എടുത്താൽ മതിയാവും. അതിലേക്ക് ആദ്യം നമ്മളൊരല്പം എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇടണം. ഞാൻ നീളത്തിനാണ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാബേജാണ്. ഇവയെല്ലാം ചെറുതായിട്ട് കനം കുറച്ചാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴണ്ട് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ സോയാ സോസ് 3 ടീസ്പൂണും റെഡ് ചില്ലി സോസ് 3 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന
ചോറും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചോറ് പൊടിഞ്ഞു പോകാതെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.